രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രാമചന്ദ്രായ വേധസേ നമഃ. നമസ്കാരം. ഞാൻ ചേരാവള്ളി സനൽ. രാമായണ പാരായണത്തിൻ്റെ 6ാം സുദിനമായ ഇന്ന് ലക്ഷ്മണോപദേശം പാരായണം ചെയ്യുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമോ നമഃ. വത്സ സൗമിത്രേ കുമാരാനി കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ, നിന്നുട തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനെടോ. നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും, നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയം. എങ്കിലും ഒന്നിതു കേൾക്ക നീ, ദൃശ്യമായുള്ളൊരു രാജ്യരേഖാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തം. അതല്ലാകിലെന്ത് അതിനാൽ ഫലം? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേണ നഷ്ടമായുസുമോർക്ക നീ. വന്യസന്തപ്ത ലോകസ്ഥാമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. ചക്ഷുശ്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. കാലാഹീനാം പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദി സംഗമമെത്രയും അല്പകാലസ്ഥിതമൂർക്ക നീ. പാന്തർവഴി അമ്പലം തന്നിലേതാന്തനായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണാം, അല്പമായുസും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന, യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിത് ഉദയശൈലോപരി, വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. യുദ്ധം മതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ് പോകുന്നതേതുമറിഞ്ഞീല, ആയുസ് പോകുന്നതേതുമറിവീല. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയും പൂണ്ട് ചീർത്തമോഹേന മരിക്കുന്നിതു ചിലര്. നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായതൻ വൈഭവം. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ച് മൂഢാത്മാക്കൾ ശിൽപുരുഷൻ ഗതിയേതും അറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമകുംഭാമ്പു സമാനമായുസ്സുടൻ പോം. അതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയുമെടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആട്യോഹം എന്നാമ്രീഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം,
വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൂ നിതദ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതെന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകയെന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്ന് ഭവിക്കുന്നിതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്ന് മോഹേകകന്ത്രിയായുള്ളതു വിദ്യകൾ. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറുക നീ. മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ ഇത്രയും ശക്തിയുള്ളൂ എന്നതിൽ ക്രോധമറുകിടു. മാതാപിതൃഭ്രാതുമിത്ര സഖികളെ ക്രോധനിമിത്തം ഹനിക്കുന്നിതു പുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷേകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യയാകുന്നത് തൃഷ്ണയും. സന്തോഷമാകുന്നത് നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭികയിൽ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാൽ ഒരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ത മേലേ വസിപ്പതാത്മാവുകേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി. നിർവികൽപ്പം പരം നിർവികാരം ഘനം. സർവേക കാരണം സർവജഗന്മയം. സർവേക സാക്ഷിണം സർവജ്ഞമീശ്വരം. സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖദുഃഖം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചീരണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായം ആചരിച്ചിടുകന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വെണ്ണം പരബ്രഹ്മണി നിത്യയെ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു. തൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു. നിത്യം പരമാനന്ദം ഉൾക്കൊണ്ട് മായാവിമോഹങ്ങൾ മാനസത്തിങ്കിൽ നിന്നാശുകളകനി. മാനമല്ലോ പരമാപദാമാസ്പദം. സൗമിത്രി തന്നോട് ഈ വണ്ണം അരുൾ ചെയ്തു. സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ. കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകൾ. ഏതും വിഷാദമുണ്ടാകുല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്. ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുകെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലക്കളഞ്ഞുടനുൾക്കനിവോടും അനുഗ്രഹിച്ചേരണം. അച്ഛനെന്തുള്ളിൽ ഒന്നിച്ചെന്നാൽ അതിങ്ങിച്ചെന്നങ്ങുറച്ചേരണം. അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്തിനിഷ്ഠാവധൂനാം എന്ന നിർണയം. മാതാവ് മോതാൽ അനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖം എനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ. ഖേദം കുറച്ചു വാണിയിടുകിൽ എന്നു പറഞ്ഞ് നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തികി പ്രീതി കൈക്കൊണ്ടെടുത്ത് ഉത്സംഗസീമിനെ ചേർത്ത് ആദരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ. ആശീർവചനങ്ങളാശ് കൗസല്യയും ദേവകളോടിരന്നീടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടതയാബ്ദേ പുരുഷോത്തമാഹനേ. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപതി. വൃത്രാടി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി. സർഗസ്ഥിതിലയകാരിണി ചണ്ഡികെ. എന്മകനാച്ചു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും
തന്മതി കേട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധമർത്ഥിച്ചു തൻ പുത്രനാൻ രാമനെ ബദ്ധബാഷ്പം ഗാഠം ഗാഠം പുണർന്നുടൻ 7 സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്ന് അനുവദിച്ചിടിനാൽ തൽക്ഷണേ രാഘവം നത്വാ സകൽഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിൽ ഉണ്ടായിരുന്നു ഒരു സംശയം, നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോം. തൊൽപാദ സേവാർത്ഥമായി ഇന്നടിയനും ഇപ്പോൾ വഴിയെ വിടകൊളുവനേതുമേ മോദാൽ അതിനായി അനുവദിച്ചീരണം. സീതാപതേ രാമചന്ദ്രാദയാനിധേ പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലെങ്കിൽ ഏണാംഗതുല്യവദനാ രഘുപതേ. എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു. വൈദേഹി തന്നോട് യാത്രയൊല്ലിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു. കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ട് വാഞ്ചയാത്രക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷം ഉൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്ത് സുന്ദരി മന്ദം മന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതും എന്ത് കൃപാനിധേ. വാരണവീരണങ്ങ് മമ വല്ലഭ ഗൗരാതപത്രവും താളവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യ അലങ്കാരവും സാമന്ത ഭൂപാലനെയും പിരിഞ്ഞത് രോമാഞ്ചമോട് എഴുന്നള്ളിയതെന്തയ്യോ. യുദ്ധം വിദേഹാത്മജാവചനം കേട്ട് പൃഥ്വീപതി സുതൻ താനും അരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികിടോ. ഞാനത് പാലിപ്പതിനാശു പോകുന്നു. മാനസേ ഖേദമിളച്ചു വാണിയിടുക. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്ത് സുഖേന വസിക്ക നീ വല്ലഭേ. ഭദ്രവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോട് യുദ്ധമാകന്ത ചൊല്ലിയിടിനാൽ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പുറാതോളം ആസ്തിയുണ്ടല്ലോ ഭവാനി പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതിനെന്ന് തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊല്ലു ഭർത്താവേ. വിരവോട് വൃത്താന്തം എത്രയും ചിത്രമോർത്താലിതം എന്നത് കേട്ടരുളു ചെയ്തു രഘുവരൻ. തന്നീ കുലമൗലിമാലികയെ കേൾക്കനീ. മന്നവൻ കേകേയപുത്രിയാം അമ്മയ്ക്ക് മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിന് അന്യോന്യ വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്നു ഭരതനെ വാഴിക്കുന്നത് എന്നെ വനത്തിന് അയക്കെന്നു മറ്റേതും സത്യവിരോധം വരുമെന്ന് തന്നുടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശു വരവും കൊടുത്തിതു താതൻ. അതുകൊണ്ട് ഞാനിന്നു പോകുന്നു ദണ്ഡകാരണ്യേ. 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിനേതും മുടക്കം പറകൊല്ല. മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിദ്ധം പറഞ്ഞത് കേട്ടൊരു ശശിമുഖിതാനും അരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിന് ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. കാകുത്സനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോട് ചൊല്ലിയിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്? തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോര സിംഹ വ്യാഘ്ര സൂകര സൈരിഭ വാരണവ്യാള ഭല്ലൂകമൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർക്ക് ആനന്ദം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ട്. അവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ട് ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയം എന്നറിഞ്ഞിരടോ. മൂലഫലങ്ങൾ കടുംള കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജന അപൂപാന്ന പാനാദി സന്മധു ക്ഷീരങ്ങളിൽ ഒരു നേരവും നിമ്നോന്നത ഗഹ്വരാ ശർക്കര ദുർമാർഗം എത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും അറിയാവതല്ല ആരെയും കാൺമാനുമില്ല അറിഞ്ഞിടുവാൻ. ശീതവാതാതപീഠയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ.
ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയില്ല ആർക്കും അറികെടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം. ശ്രീരാമ വാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ, നാഥാ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധി. പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ, നിന്നുടെ സന്നിധു സന്തതം വാണിടുമെന്നെ. മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ? വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭൂച്ചിഷ്ടം എനിക്ക് അമൃതോപമം. ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തർണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടൊല. ഏതുമേ പീഡയുണ്ടാകിയില്ലൻ മൂലം ഭീതിയുമേതും എനിക്കില്ല ഭർത്താവേ. കച്ചൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ട് അരുളി ചെയ്തു, ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്ക് സങ്കടമില്ലേതും. യുദ്ധോ പുരൈവ ഞാൻ കേട്ടിരിക്കുന്നത് സത്യം, അതിനീയൊന്ന് ചൊല്ലിയിടുവൻ. രാമായണങ്ങൾ പലതും കവിവരരാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടും കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ? പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാണുകലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണ അവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ച് തന്നെ വനത്തിനായി കൊണ്ടിടുന്നല്ലുകിൽ എന്നുമൻ പ്രാണപരിത്യാഗവും സേവൽ ഇന്നു തന്നെ നിന്ദ്രുവടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടൊരു മന്നവൻ മന്ദസംപൂണ്ട് അരുൾ ചെയ്തു. എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ട് അരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടം ഇന്നിതു ചൊല്ലിയുണ്ടാകേണ്ട ദാനം അരുന്ധതിക്കായിക്കൊണ്ടു ചെയ്യുക നീ ജാനകി ഹാരാതിഭൂഷണമൊക്കവേ. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് വൃദ്ധേശ്വരോത്തമന്മാരെ വരുത്തുകെന്ന് അത്യാദരം അരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തിയ കുമാരനും വസ്ത്രാഭരണങ്ങൾ പശുക്കളും അർദ്ധം അവധിയില്ലാതോളം ആദരാൽ സദൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്ക് സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നെ സേവകന്മാരായ മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്ത പുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകൻ ആശീർവചനവും ചെയ്തു. താപസന്മാരും ദ്വിജന്മാരും പെയ്തിടുന്ന അശ്രുജലങ്ങളും ജാനകീദേവിയും അൻപോട് അരുന്ധതിക്കായി ആനന്ദം ഉൾക്കൊണ്ട് ദാനങ്ങൾ നൽകിനാൻ. ജാനകീദേവിയും അൻപോട് അരുന്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ട് ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്ത് സമാശ്ലേഷവും ചെയ്ത് നന്നായി അനുഗ്രഹം ചെയ്ത് തനയന് പിന്നെ ഉപദേശവാക്കും അരുൾ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യയെന്നോർത്തിയിടവേ മായാവിഹീനം ഈ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോട് തൊഴുതു സൗമിത്രിയും തന്നെ ശാപശരാദികൾ കൈക്കൊണ്ടു ചെന്ന് രാമാന്തികയെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോട് കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ
കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമൻ ആത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ട് ഖേദം കലർന്ന് പരസ്പരം ചൊല്ലിനാട് കഷ്ടമാകന്ത കഷ്ടം പശ്യ പശ്യ ഹാ കഷ്ടം എന്തിങ്ങനെ വന്നിതു ദൈവമേ സോദരനോടും പ്രണയിനതനോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ഡക നിമ്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിന് കാഠിന്യമേകുന്ന മുഗ്ധ മൃദുതര സ്നിഗ്ധ പാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്ന കൽപ്പിച്ച് പൃഥ്വീശചിത്തം കഠോരമത്രേതുലും പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിൽ ആർക്കുമില്ല ഇന്നലെയോളവും ഇന്നിത് തോന്നുവാൻ എന്തൊരു കാരണം എന്നത് കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും കേകേപുത്രയ്ക്ക് രണ്ടുവരം നൃപനേകിനാൻ പോൽ അതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിന് ഭരതനും വാഴുകെന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവം അരുൾ ചെയ്തിതന്നേരം രാമനെ ചിന്തിച്ചു ദുഃഖിയായ കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞ് കേട്ടിടുവിനേവരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായതനന്ദൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാ മായാഗുണങ്ങളിൽ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരൻ ആദ്യൻ അജൻ പരമാത്മാവ് സാധനം രുദ്രവേഷത്താൽ തമോഗുണയുക്തനായ അദ്രിജാവല്ലഭൻ സംഘടിക്കുന്നതും വൈവസ്വതൻ മനു ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്ന് വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ പാദോനിധിമതനെ പണ്ട് മന്ദരം പാതാളലോകം പ്രവേശിച്ച അതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രൻ ധരിച്ചതേ രാഘവൻ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്ന് ഖൃഷ്ടിയായി തേറ്റമേൽ ശോണിയെ പൊങ്ങിച്ച് കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും ഈ രാഘവൻ നിർഘ്നാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുർനാം ലക്ഷ്മീവർണിവൻ പുത്രലാഭാർത്ഥം അതിഥി ഭക്തി പൂണ്ട് അർത്ഥിച്ചു സാദരം അർച്ചിക്ക കാരണം പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ട് അർത്ഥിച്ച് സാദരം അർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോട് അവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായൊരു മഹാബലിയോടു ചെന്ന് അർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാന് നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ ധാത്രീസുരദ്വേഷികളായി ജനിച്ചോര് ധാത്രീപതികുല നാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാംബരനായി പിറന്നിടിനാൻ രാത്രീന്ദ്രകുലമൊക്കെ നശിപ്പിച്ച് ധാത്രീഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യൻ അജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്തവേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നതിനതിന് കാരണം മന്ധരയല്ല കൈകേയല്ല ആരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടിരുന്നിപ്പോൾ
ഹരേ രാമ രാമചന്ദ്രായ നമോ നമഃ. നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന് ഇതിൽ കാരണം മന്ദരയല്ല കൈകേയല്ല ആരും ഭ്രമിയായിക രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനഗജ സൃഷ്ടിശ്രേയകാരിന് തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടിരുന്നിപ്പോൾ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടിരുന്നിപ്പോൾ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമോ നമഃ. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ.